അയ്യപ്പനെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് പിണറായിയും കൂട്ടരും നടത്തിയ ശ്രമം അക്ഷരാർത്ഥത്തിൽ ചീറ്റിപ്പോയതോടെ അടുത്ത നീക്കവുമായി രംഗത്തെത്തുന്നു. അടുത്ത മാസം കോഴിക്കോട് വെച്ച് ഒരു ആഗോള ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു. ന്യൂനപക്ഷ സംഗമം വഴി രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കിനെ ചേർത്ത് പിടിക്കാനാണ്. പേരിന് വേണ്ടി കോഴിക്കോട് രൂപതാമെത്രാൻ മാർ ചക്കാലക്കലടക്കമുള്ള ക്രൈസ്തവരെയും കൂടെ കൂട്ടും. അങ്ങനെ ക്രൈസ്തവ മുസ്ലിം പ്രമാണിമാരെയൊക്കെ സ്റ്റേജിലിരുത്തി അവരുടെ വോട്ട് ഉറപ്പിച്ച് അവരെ കൊണ്ട് സ്തുതിവാചകം ആവർത്തിക്കാനുള്ള ഗൂഢാലോചനയാണ് ന്യൂനപക്ഷ സംഗമം. അതിനുവേണ്ടി കേരളത്തിൽ പേരിന് പോലുമില്ലാത്ത ജൈനന്മാരെയും ബുദ്ധന്മാരെയും പാഴ്സിമാരെയും സിഖുകാരെയും ഒക്കെ തപ്പിയെടുക്കാൻ ഇപ്പോൾ CPM നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ പ്രീണനം നടത്തി മുമ്പോട്ട് പോകാൻ കഴിയുമോ അങ്ങനെയൊക്കെ പ്രീണനം നടത്തി എല്ലാ തട്ടിപ്പും നടത്തി ജനത്തെ കബളിപ്പിച്ച് മുന്നേറാൻ CPM നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ന്യൂനപക്ഷ സംഗമവും. പണ്ടൊക്കെ CPM മതത്തിനും വർണ്ണത്തിനും വർഗത്തിനുമൊക്കെ അതീതമായി പ്രവർത്തിച്ചെങ്കിൽ ഇപ്പോൾ എങ്ങനെ വോട്ടുറപ്പിക്കാൻ പ്രീണനം നടത്താവൂ അങ്ങനെയൊക്കെ പ്രീണനം നടത്തുക, അങ്ങനെയൊക്കെ മത നേതാക്കളെ കൂടെ നിർത്തി വോട്ട് പിടിക്കുക എന്ന തന്ത്രത്തിലേക്ക് CPM മാറിയിരിക്കുന്നു. 2016-ലും 2021-ലും ജനത്തെ കബളിപ്പിച്ച് നേടിയ വോട്ട് വീണ്ടും ഉറപ്പിക്കാൻ ഏതറ്റം വരെ പോകാനുള്ള നീക്കത്തിലാണ് പിണറായിയും ഗുണ്ടകളും. 5 വർഷം കൂടി ഭരിച്ച് ഈ നാട് മുടിപ്പിച്ചിട്ട് ഇറങ്ങൂ എന്ന വാശിയിലാണ് പിണറായി. മറുവശത്ത് കോൺഗ്രസ് പാർട്ടി അധികാര തർക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലറി വിളിക്കുമ്പോൾ ഇങ്ങനെ ജനത്തെ പറ്റിച്ച് വോട്ട് നേടാൻ പിണറായി ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. എന്തായാലും അയ്യപ്പ സംഗമം ചീറ്റിയതോടെ ന്യൂനപക്ഷ സംഗമത്തിലൂടെ വോട്ടുറപ്പിക്കാം എന്ന് കരുതി രംഗത്തിറങ്ങുകയാണ് പിണറായി. ഇത്തരം വികട വാഗ്ദാനങ്ങളിൽ വീണുപോകുന്ന ന്യൂനപക്ഷ നേതാക്കൾ അറിയുക, നിങ്ങൾ സ്വന്തം സമുദായത്തെയും വിശ്വാസത്തെയുമാണ് പിണറായിക്ക് കുടപിടിച്ചുകൊണ്ട് അപമാനിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്ന്.